ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, ഈ മൺകലങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും മൺകല നിർമ്മാണമോ അതോ കച്ചവടം നടത്താനോ പോകുന്ന വീഡിയോ ആണോ എന്ന്. എന്നാൽ തെറ്റിട്ടോ. ഈ മൺകലങ്ങൾ നമുക്ക് മനോഹരമായ പ്ലാൻ ബോട്ടാക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീടിനടുത്താണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ തിരുവുത്സവം കുംഭമാസത്തിലാണ് നടത്തുന്നത്. അശ്വതി ഭരണിയാണ് പ്രധാന ഉത്സവം. അമ്മയുടെ ഒരു പ്രധാന വഴിപാടാണ് കലങ്കരിക്ക്. ദേവീക്ഷേത്രങ്ങളിൽ കാണുന്ന പൊങ്കാല പോലെ തന്നെ അങ്ങനെ വർഷങ്ങളായി വഴിപാട് നടത്തിയിരുന്ന കലങ്ങൾ ചേർത്ത് വെച്ചതാണിത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ചെടികൾ നട്ടാലോ എന്ന്. അപ്പോൾ നിങ്ങളുടെ പലരുടെ കയ്യിലും ഇതുപോലെ തന്നെ പൊങ്കാല കലങ്ങളും വഴിപാട് നടത്തിയ കലങ്ങളും അടുക്കളയിൽ ഉപയോഗിച്ച പഴയ മൺചട്ടിയുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇനി വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടിയാക്കി മാറ്റാം. മൺകലത്തിൻ്റെ അടിഭാഗം ഈ ഷേപ്പ് ആയതുകൊണ്ട് താഴെ വെച്ചാൽ ശരിക്കും പ്ലേസ് ആകില്ല, ഒരു ആട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ടെറാക്കോട്ട പെയിൻറ്റ് റെഡ് കളർ വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർ ബേസ്ഡ് പെയിൻ്റാണിത് കേട്ടോ. ആദ്യം നമുക്ക് ഈ പോട്ടിന് ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ബൗളിന് 2 ബൗൾ സിമൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 6 ബൗൾ മണൽ അല്ലെങ്കിൽ സാൻഡ് പൗഡർ, അതാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ സാൻഡ് സിമെൻറ്റും കൂടി നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് മുൻപായിട്ട് ഞാനിതിൻ്റെ പകുതി എടുത്ത് മാറ്റുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിമെൻറ്റ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ബൗളിൽ നേരത്തെ ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം, നിറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മൺകലത്തിൻ്റെ അടിഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ കൺവീനിയൻ്റ് ആണോ അതുപോലെ ചെയ്യാം. ഇതുപോലെ ബൗളിൻ്റെ മുകളിലേക്ക് മൺകലം ഇറക്കി വയ്ക്കാം. അതല്ല, മൺകലം കമത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ബൗളും എടുത്തു വയ്ക്കാം. അങ്ങനെ 2 തരത്തിലും നമുക്ക് ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റാകും കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതെടുക്കാൻ സാധിക്കും. ഈ ചട്ടിയുടെ അടിയിൽ ഞാൻ ഇതുപോലെയാണ് സീറ്റ് ഉണ്ടാക്കിയെടുത്തത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇത് വിട്ടുപോരും കേട്ടോ. അപ്പോൾ ആ ബൗൾ എടുത്തതിന് ശേഷം ഞാൻ ഒരു ദിവസം ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചതാണിത്. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ടെറാക്കോട്ട പെയിൻ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ ബേസ്ഡ് ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്ത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താൽ മതി. കൂടുതൽ ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 കൊട്ടടിക്കുന്നുണ്ട്. 1 കൊട്ടടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടി പെയിൻ്റ് അടിച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. സാധാരണ പോട്ടിൽ കാണുന്നത് പോലെ അടിയിൽ ഹോൾ ഇട്ടിട്ടില്ല എന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളമൊഴിക്കാതെ ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിക്കുക. ഹോളിടുമ്പോൾ പോട്ട് പൊട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് ഹോളിടാതിരുന്നത്. ഇനി അതിന് തക്ക ആയുധങ്ങൾ കയ്യിലുള്ളവർക്ക് അതിന് ഹോളിട്ട് ചെയ്യാം കേട്ടോ. ഓവർഫ്ലോ ആകാതെ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളമൊഴിച്ചാൽ മാത്രം മതി. പോട്ടിംഗ് മിശ്രിതമൊക്കെ നിറയ്ക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പ്ലാന്റ് നട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി തോന്നുന്നില്ലേ? വീട്ടിലുള്ള കറിച്ചട്ടിയും മൺചട്ടിയും ഒന്നും ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല. എല്ലാം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തെല്ലാം പ്ലാന്റ് നടണമെന്നേ ഉള്ളൂ. ഇത് നടുവിൽ പൊട്ടലുണ്ടായിരുന്നൊരു കറിച്ചട്ടി കേട്ടോ.
അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ പൊങ്കാലക്കലമോ മൺചട്ടിയോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുള്ളവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്. ഓക്കെ, until then see you in the next video.